സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. അങ്ങനെ അവസാനം ധർമ്മന്റെ കല്യാണം കഴിയുന്നുണ്ട്. ആദ്യം തീരുമാനിച്ച പെൺകുട്ടിയെ ആയിരിക്കില്ല കല്യാണം കഴിക്കുക. ആ സമയത്ത് അവര് കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു. തക്ക സമയത്ത് അച്യുതനും അനന്തനും രാജശ്രീയുടെ അനിയത്തിയെ കൊണ്ടുവരുന്നുണ്ട്. രാജശ്രീയുടെ ഇളയമ്മയുടെ മോളായിരിക്കും. ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ് ഒരു മാസം വരെ ആ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. ഡിവോഴ്സായി 8 വർഷമായി വീട്ടിൽ തന്നെയാണ്. അമ്മയ്ക്കാണെങ്കിൽ കണ്ണടയുന്നതിന് മുൻപേ ധർമ്മന്റെ കല്യാണവും കാണണം. എല്ലാം കൂടി ആയപ്പോ ഏട്ടന്മാര് കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കഴുത്തില് ധർമ്മൻ താലി ചാർത്തുന്നു. നേരെ ഏട്ടന്മാരുടെ വീട്ടിലോട്ടാണ് വരുന്നത്, കൃഷ്ണമംഗലത്തോട്ട്. ഗോമതിക്ക് വലിയ സങ്കടമായിരിക്കും. എന്നാ ഏട്ടന്മാര് ഇവന്റെ കല്യാണം മുടക്കാനായിട്ട് ബാലനും ഗോമതിയും ധർമ്മന് വേണ്ടി കണ്ടുപിടിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പറയുന്നത് അവൻ ഒരിക്കലും ഒരച്ഛനാവാൻ സാധിക്കില്ല, അവനൊരു കുഞ്ഞുണ്ടാവില്ല എന്നായിരിക്കും. ഇത് കേൾക്കുന്നതും അവര് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെയാണ് ജയിക്കാനായിട്ട് ഏട്ടന്മാര് തന്നെ ഒരു പെൺകുട്ടിയായിട്ട് വരുന്നത്. ഇപ്പൊ പറയുമ്പോ ധർമ്മന്റെ കല്യാണം നടത്തിയത് ഏട്ടന്മാരാണല്ലോ. ആ ക്രെഡിറ്റ് കിട്ടാനും ബാലനെയും ഗോമതിയെയും തോൽപ്പിക്കാനുമായിരിക്കും ഇങ്ങനെ ചെയ്തത്. സത്യങ്ങളെല്ലാം ബാലൻ അറിയുന്നു. അത് പോയി ചോദ്യം ചെയ്യുന്ന സമയത്ത് ധർമ്മനും അത് കേൾക്കാണ്. അതുകൊണ്ട് ധർമ്മൻ ഇനി ഒരു നിമിഷം ഏട്ടന്മാരെ കൂടെ താമസിക്കില്ല എന്ന് തീരുമാനിക്കാം. ധർമ്മന്റെ ഭാര്യ സുകന്യയാണെങ്കില് ഏട്ടത്തിമാരോടും അമ്മയോടും സംസാരിക്കുന്നുണ്ട്. ഏട്ടത്തിമാരെല്ലാം കറിക്കരിയോ ആയിരിക്കും. സുകന്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നെന്താ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നേ? ഇന്ന് മട്ടനും ചിക്കനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാ ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നേ? മോളെ, ഞാനാ പറഞ്ഞത്, മോള് വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ, അപ്പൊ പിന്നെ ഒന്നിനൊരു കുറവുണ്ടാവരുതെന്ന്. സുകന്യ വീടൊക്കെ ചുറ്റിക്കണ്ടോ? ആ കണ്ടു. എങ്ങനെയുണ്ട്? വീടൊക്കെ അടിപൊളിയല്ലേ? അതൊക്കെ അടിപൊളിയാ, വലിയ വീടാ. പക്ഷേ ഒരു കുറവുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? ഇവിടെ മറ്റെല്ലാവരുടെയും റൂമ് വലിയ റൂമാ. എന്റെയും ധർമ്മേട്ടന്റെയും റൂമ് മാത്ര ചെറുതായിട്ട് എനിക്ക് തോന്നിയത്. സുകന്യയെ, അത് നിനക്ക് തോന്നുന്നതാ? എല്ലാ റൂമും ഒരുപോലെ തന്നെയാ? അല്ലല്ല, എനിക്കറിയാം, ഞങ്ങളുടെ റൂമാ ഇത്തിരി ചെറുത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ദേ നന്ദിനി, നമ്മുടെ ആ വടക്കേ വശത്തെ റൂമുണ്ടല്ലോ, അത് വലിയ റൂമല്ലേ, അത് ക്ലീൻ ചെയ്യ്. എന്നിട്ട് അവരെ അങ്ങോട്ട് മാറ്റ്. ശരി അമ്മേ. ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമാ അത്. അത് ക്ലീൻ ചെയ്ത് നിങ്ങള് അങ്ങോട്ട് മാറിക്കോ, ഒരു കുഴപ്പമില്ല. ആ ശരി അമ്മേ എന്ന് സുകന്യ പറയുന്നു. അല്ല, ധർമ്മേട്ടന് എന്തോ ബിസിനസ് ഒക്കെ തുടങ്ങിക്കൊടുക്ക എന്ന് ഇവിടുത്തെ ഏട്ടന്മാര് പറഞ്ഞിരുന്നല്ലോ. അല്ല, എന്ത് ബിസിനസ്സാ? അതറിയില്ല. അത് ഏട്ടന്മാര് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. മോശമില്ലാത്ത തരത്തില് നല്ലൊരു ബിസിനസ് ആയിരിക്കും. അല്ല, അനന്തേട്ടൻ എന്തോ തിയേറ്റർ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ പറഞ്ഞിരുന്നു. അല്ല, അത് അനന്തേട്ടന്റെ പേരിലാണോ അതോ അച്യുതേട്ടന്റെ പേരിലും അനന്തേട്ടന്റെ പേരിലും കൂടിയിട്ടാണോ? എങ്ങനെയാ തുടങ്ങാൻ പോകുന്നേ? മോളെ, അത് അനന്തന്റെ പൈസയും കൊണ്ട് അവൻ ഉണ്ടാക്കുന്നതാണെങ്കില് അവന്റെ പേരില്, ഇനി അച്യുതനാണെങ്കില് അങ്ങനെ അച്യുതന്റെ പേരില്. അങ്ങനെ തന്നെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓഹോ, അപ്പോ ഏട്ടന്മാര് ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആണ് അല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ ബിസിനസ്സാ. അതിന്ന് കിട്ടുന്ന ലാഭം അവരവരെ എടുക്കും. ഒരുമിച്ച് നടത്തുന്നത് രണ്ടുപേരും തുല്യമായിട്ട് എടുക്കും. അങ്ങനെ തന്നെയാ. അപ്പോ ധർമ്മേട്ടനോ? മോള് പേടിക്കാതിരിക്കുക. ധർമ്മന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കും. അവന് നല്ലൊരു ബിസിനസ് തുടങ്ങിക്കൊടുക്കും. ഇവിടെ എനിക്ക് 3 മക്കളും ഒരുപോലെ തന്നെയാ എന്ന് അമ്മ പറയുന്നു. എന്നാ ഏട്ടത്തിമാർക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ സുകന്യയുടെ സംസാരം കേട്ടിട്ട്. അപ്പോഴേക്കും സുകന്യയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. മുകളിലായിരിക്കും സുകന്യയുടെ ഫോണ്. അതെടുക്കാനായിട്ട് മുകളിലോട്ട് പോവാണ് സുകന്യ. അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ധർമ്മൻ ആകെക്കൂടെ വിഷമത്തിൽ കയറി വരുന്നുണ്ട്. എന്താ ധർമ്മ, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു ദിവസം പോലും ആയിട്ടില്ല. അതിനു മുൻപ് ആ കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എങ്ങോട്ടാടാ പോകുന്നേ? നിനക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മില്ലിലോട്ടൊക്കെ പോയാൽ മതിയായിരുന്നില്ലേ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കണോ? എനിക്കൊന്നും വേണ്ട. സുകന്യ എവിടെ? അവള് മുകളിലുണ്ട്. അങ്ങനെ ധർമ്മൻ മുകളിലോട്ട് കയറി ചെല്ലുന്നു. സുകന്യ ഫോൺ ചെയ്യുമായിരിക്കും. ധർമ്മൻ അലമാര തുറന്ന് ബാഗ് എടുക്കുന്നത് കാണുമ്പോ സുകന്യ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ ധർമ്മേട്ടാ, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ബാഗ് എവിടെ? അത് അലമാരയിലുണ്ട്. ഇത്ര സാരിയേ നിനക്കുള്ളൂ? ആ, ഇത്ര സാരിയുള്ളൂ. ധർമ്മേട്ടാ, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഞാൻ പറയാം. ബാഗില് എല്ലാം ആക്കി ധർമ്മൻ സുകന്യയുടെ കൈയും പിടിച്ച് താഴോട്ട് വരുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാടാ, നീ എങ്ങോട്ടാ പോകുന്നേ? അമ്മേ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ നിന്നാലേ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് പോവാ.
ഈ സമയത്ത് അച്യുതനും അനന്തനും വരുന്നുണ്ട്. എന്നാ ദേഷ്യത്തില് ധർമ്മൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീയപ്പോ ഞങ്ങളെ തോൽപ്പിക്കാൻ തന്നെയാ പുറപ്പാട് അല്ലേടാ? ഇനി ഞാൻ എന്തിനാ നിങ്ങളെ തോൽപ്പിക്കുന്നേ? നിങ്ങളെ ഇനി ഏട്ടാ എന്ന് വിളിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഞാന് സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നതാ എൻ്റെ ചേച്ചിയുടെ അടുത്ത്. ഞാൻ അവിടെ തന്നെ നിന്നോളാം. ഇവരുടെ മനസ്സില് എൻ്റെ അളിയനെയും ചേച്ചിയെയും എങ്ങനെയെങ്കിലും നാണം കെടുത്തണം, തരം താഴ്ത്തണം. അതല്ലാതെ വേറൊരു ചിന്തയുമില്ല. അതുകൊണ്ടാ എൻ്റെ കല്യാണം മുടക്കിയത്. കല്യാണം മുടക്കിയതില് എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ മുടക്കാൻ പറഞ്ഞ കാരണം അതോർക്കുമ്പോ എനിക്കിവരോട് പുച്ഛം തോന്നുക. സ്വന്തം അനിയനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല അമ്മേ. എന്താ കാരണമെന്ന് നിങ്ങളോടൊക്കെ പറയാനേ എനിക്കിത്തിരി നാണക്കേടുണ്ട് എന്ന് ധർമ്മം പറയുന്നു. എടാ, നിങ്ങൾ എന്താടെ ഇങ്ങനെ? നിങ്ങൾ ഇനി എന്നാ നന്നാവാൻ പോകുന്നേ? സ്വന്തം കൂടപ്പിറപ്പിനോടാണോടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എങ്ങനെയാടാ നിങ്ങൾക്കിതിനൊക്കെ മനസ്സ് വന്നത്? ഞാനെല്ലാം ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ ചെയ്തിട്ടുള്ളൂ. ആ പെൺകുട്ടി ഇവന് ചേരില്ല. അതുകൊണ്ടാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. മതി, നീ അങ്ങോട്ട് പോയിട്ട് ഇവളുമായിട്ട് എങ്ങനെ ജീവിക്കാനാ? ബാലന്റെ ആ കടയിൽ പോയി സാധനം എടുത്തു കൊടുത്ത് ഇവളെ നോക്കാൻ നിനക്ക് എങ്ങനെയാടാ പറ്റുന്നേ? അവനാണെങ്കില് എന്തെങ്കിലും പൈസ നിനക്ക് തരുവോ? നീ ഇവിടെ നിൽക്ക്, അങ്ങോട്ട് പോണ്ട. നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരാം. പുറകേന്ന് കുട്ടുന്ന നിങ്ങളെപ്പോലുള്ളവരെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്നേഹിക്കുന്നവരെ കൂടെ അടിമയായിട്ട് ജീവിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാ. വാ സുകന്യെ എന്നും പറഞ്ഞ് സുകന്യയുടെ കൈയും പിടിച്ച് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ബാലൻ ഉണ്ടായിരിക്കും. ബാലനോട് പറയുന്നുണ്ട്, അളിയ, അളിയൻ എല്ലാവരെയും വിളിക്ക്. എന്താടാ, എന്താ കാര്യം? അങ്ങനെ ഗോമതിയെയും അതുപോലെ മീനുവിനെയും ദേവിയെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്താടാ, എന്താ കാര്യമെന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്. അളിയ, എനിക്ക് അളിയനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇനി തൊട്ട് ഇവിടെയാ താമസിക്കുന്നേ, നമ്മുടെ വീട്ടില്. അളിയന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് ചോദ്യടാ? നീ ഈ വീട്ടിൽ താമസിക്കുന്നതില് എനിക്ക് എന്ത് പ്രശ്നം? നീ ഇവിടെ തന്നെ നിൽക്കുന്നതാ എനിക്കും ഗോമതിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. നീ ഇവിടെ തന്നെ നിൽക്ക്. അങ്ങനെ ധർമ്മനും ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ഗോമതിക്ക് അതിലേറെ സന്തോഷാവുന്നു. അനിയൻ തിരികെ വീട്ടിലോട്ട് വന്നിരിക്കുകയല്ലേ, അതും ഭാര്യയെ കൂട്ടി. അവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ആരതി എടുത്തിട്ട് വരാം. ആരതിയൊക്കെ ഒഴിഞ്ഞ് രണ്ടുപേരെയും ഉള്ളിലോട്ട് കയറ്റുന്നു. അങ്ങനെ ഗോമതിയും ബാലനും കൂടെ ദേഷ്യത്തില് ഏട്ടന്മാരുടെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട്. ധർമ്മനാണെങ്കില് അപ്പൊ തന്നെ ബാലന്റെ കൂടെ കടയിലോട്ട് പോകുന്നു. സുകന്യയ്ക്ക് ഈ ചെറിയ വീടൊന്നും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പുറത്തെ വീട്ടിന്ന് ഇങ്ങോട്ട് വന്നത് സുകന്യയുടെ മനസ്സില് എന്തോ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയില് മീനുവും മിത്രയും ദേവിയും ഗോമതിയും ജോലി ചെയ്തോണ്ടിരിക്കുക. ഗോമതിക്ക് വലിയ സന്തോഷായിരിക്കും. പായസം വെക്കാനായിട്ട് സേമിയ എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന മീനു ചോദിക്കുന്നുണ്ട്, എന്തിനമ്മേ ഇപ്പൊ ഉപ്മാവ് ഉണ്ടാക്കാനാണോ സേമിയ എടുക്കുന്നേ? അല്ല, പായസം ഉണ്ടാക്കാനാ. ഇന്ന് ധർമ്മൻ ഇങ്ങോട്ട് വന്നതല്ലേ, അവനും അവന്റെ ഭാര്യയ്ക്കും മധുരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇന്നൊരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട്. ആ കൂട്ടത്തില് പായസം കൂടെ കൊടുക്കണം. ഓ അങ്ങനെ. അപ്പോ ഞാനിങ്ങോട്ട് വന്നപ്പോ എനിക്കിതുപോലെ പായസം ഒന്നും തന്നില്ലല്ലോ. എന്റെ മീനു, നീ എങ്ങനെയാ ഈ വീട്ടിലോട്ട് കയറി വന്നത്? ഇവിടുത്തെ പുകിലെന്തായിരുന്നു? ആ സമയത്ത് പായസം. എന്റെ ദേവിയേച്ചി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നോടൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും ഇവരാരും പറഞ്ഞില്ല. അപ്പോ മീനു അന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. എൻ്റെ അടുത്തേ അനു വന്നു ചോദിച്ചു, ചേച്ചി ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന്. ഞാനാണെങ്കില് ആകെ വിശന്നിരിക്കുമായിരുന്നു. ആരെങ്കിലും ഒന്ന് വന്ന് വിളിച്ചാ മതി, അപ്പൊ പോയാ മതി എന്ന് കരുതിയിട്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. വയറ് നിറയെ ചോറുണ്ടു. അപ്പോഴാ എനിക്ക് സമാധാനായത്. നമുക്ക് ചോറാണേ പ്രധാനം എന്ന് മീനു പറയുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് സുകന്യ വരുന്നുണ്ട്. ആ സുകന്യേ, അല്ല നിങ്ങൾ തിരക്കിലാണോ? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട മോളെ, നീ അവിടെ പോയിരുന്നോ, അടുക്കളയത്തെ ജോലിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാ. എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ധർമ്മനും ആകാശും ബാലനും വരുന്നുണ്ട്. ചേച്ചി, ഞാൻ അങ്ങോട്ട് പോട്ടെ, അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും എടുത്തു കൊടുക്കാം. അതെന്ത് ചോദ്യം മോളെ, നീ പോയിട്ട് എടുത്തു കൊടുക്ക് എന്നും പറഞ്ഞ് സുകന്യയെ പറഞ്ഞു വിടുന്നു. അമ്മയ്ക്കിപ്പൊ നാത്തൂനോട് വല്ലാത്ത സ്നേഹമാണല്ലോ. കണ്ടില്ലേ, ആ കുട്ടിയുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. പറയുന്നത് വായിൽ നോക്കി മനസ്സിലാക്കണം. അങ്ങനെയാ സംസാരിക്കുന്നേ. ഇവിടെയും ഉണ്ട് 2-3 ഒക്കെ കണക്കാ. അമ്മേ, സംഭവമൊക്കെ ശരിയാ. അമ്മയ്ക്ക് അമ്മയുടെ അനിയന്റെ ഭാര്യയെ അത്രയ്ക്കങ്ങ് ഇഷ്ടമൊക്കെ തന്നെയാ.
എന്ന് കരുതി ഞങ്ങളെ പാടെയങ്ങ് ഒഴിവാക്കല്ലേ. ഒന്ന് പോ മീനു, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആ കുട്ടി വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ആ കുട്ടി എങ്ങനെ മുഷിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ മക്കളെല്ലാം ഒരുപോലെയാ. അതില് ധർമ്മനും അവന്റെ ഭാര്യയും ഒക്കെ എനിക്ക് ഒരുപോലെ തന്നെയാ എന്നും പറഞ്ഞു നിൽക്ക. അങ്ങനെ ധർമ്മനെ കാണാനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് സുകന്യ. സുകന്യയെ കാണുന്നതും ബാലൻ ചോദിക്കുന്നുണ്ട്, ആ മോളെന്താ പുറത്ത് നിൽക്കുന്നേ? ഏയ് ഒന്നുമല്ല, നിങ്ങള് വരുന്നത് നോക്കി ഞാനിങ്ങനെ നിന്നതാ. ബാലൻ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ധർമ്മം മാത്രമേ ഉണ്ടായിരിക്കൂ. ധർമ്മനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ധർമ്മേട്ടൻ എന്തിനാ കടയിലോട്ട് പോയത്? ഞാനിവിടെ ആകെ ബോറടിച്ചു. എനിക്ക് എന്തോ എന്തോ പോലെ തോന്നുവാ. അവിടെ നിൽക്കുന്നതായിരുന്നു നല്ലത്. അത് ഇവിടെ ആരെയും നീ നേരെ പരിചയപ്പെടാത്തോണ്ടാ. എല്ലാവരും നല്ല സ്വഭാവാ. സംസാരിച്ചിരുന്നാലേ സമയം പോകുന്നതറിയില്ല. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതുപോലുള്ളൊരു വീട്ടില് എനിക്ക് താമസിക്കാൻ പറ്റില്ല. നമുക്കൊരു റൂം പോലും ഇല്ല. ഞാൻ കൊണ്ടുവന്ന ബാഗ് ഇപ്പോഴും ആ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരിക്കുക. അത് കണ്ടിട്ട് പോലും ആരും ഒരു റൂം തരുന്നില്ല. എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് ഒരു റൂം പോലും ഇല്ലാതെയാണോ നിങ്ങളുടെ കല്യാണം നടത്തുന്നേ? നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിയും അതൊക്കെ ശരിയാവും. എങ്ങനെ ശരിയാവാനാ? അല്ല, ടെറസിൽ പോയി കിടക്കാനാണോ അതോ ഹാളിൽ കിടക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? ഞാനൊരു കാര്യം പറയാം, എനിക്ക് റൂം കിട്ടാതെ ഞാൻ അങ്ങ് ഉള്ളിലോട്ട് വരില്ല. അത്രയും സൗകര്യത്തോടു കൂടിയാ നമ്മൾ ആ വീട്ടിൽ താമസിച്ചത്. എന്നിട്ട് ഈ കുടിസ് പോലത്തെ റൂമില് എനിക്ക് പറ്റില്ല. ഈ വീട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നല്ലെങ്കിൽ എനിക്ക് റൂം വേണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. നീ മിണ്ടാതിരിക്ക്. അത് അളിയനും ചേച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അങ്ങനെ റൂമിലോട്ട് വരുന്നുണ്ട് ഗോമതി. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, ഗോമതി, അവർക്ക് ഒരു റൂം കൊടുക്കണ്ടേ? നമുക്ക് നമ്മുടെ റൂം കൊടുക്കാം. നമുക്ക് ഹാളിൽ കിടക്കാം. മുകളിൽ എത്രയും വേഗം ഒരു റൂം പണിയണം. അത് പണിഞ്ഞാ പിന്നെ എല്ലാവർക്കും റൂമിൽ കിടക്കാലോ. അതുവരെ ധർമ്മനും ഭാര്യയ്ക്കും നമ്മുടെ റൂം കൊടുക്കാം. അതിനെന്താ ബാലേട്ടാ, അത് ചോദിക്കാനുണ്ടോ? നമുക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ലല്ലോ. അവർ ഈ റൂം എടുക്കട്ടെ. എന്നാലേ നീ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യ്, ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിക്ക് എന്നൊക്കെ ഗോമതിയോട് പറയുന്നു. അതിനുശേഷം ബാലൻ പറയുന്നുണ്ട്, നീ പോയിട്ട് ധർമ്മനോട് പറ. ആ ബാലേട്ടാ. അങ്ങനെ പുറത്തോട്ട് വരുമ്പോ സുകന്യ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഗോമതി വരുന്നത് കാണുമ്പോ പറയുന്നുണ്ട് ധർമ്മൻ, നീ ഒന്നും മിണ്ടാതിരിക്ക്, ചേച്ചി വരുന്നുണ്ട്. ആ, നിങ്ങളിവിടെ നിൽക്കായിരുന്നോ? എന്താ മോളെ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ലേ ചേച്ചി, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചു നിന്നതാ. എന്നാലേ ഞങ്ങളുടെ റൂമിലോട്ട് പൊക്കോ. അല്ല, അപ്പൊ അളിയനും ചേച്ചിയൊക്കെ എവിടെയാ കിടക്കുക? ഞങ്ങൾ ഹോളിൽ കിടന്നോളാം. അതിനെന്താ കുഴപ്പം? നിങ്ങൾ എന്തായാലും വാ. എത്രയും വേഗം മുകളില് ഒരു റൂമിന്റെ പണി കഴിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് മാറാലോ. ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നു. ഇത് കേൾക്കുന്ന സുകന്യയ്ക്ക് കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഒരു റൂമെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? ഞാൻ പറഞ്ഞില്ലേ അളിയനും ചേച്ചി എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുമെന്ന്. നീ ഇനി ഉള്ളിലോട്ട് വാ. നിന്റെ മുഖം ഇങ്ങനെ കയറ്റി പിടിക്കല്ലേ. അവരൊക്കെ കണ്ടാല് അത് മോശാ. അങ്ങനെ സുകന്യ ഉള്ളിലോട്ട് വരുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് റൂമിലോട്ട് കയറുന്നു. ഈ സമയത്ത് സുകന്യയ്ക്ക് റൂമൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല. അലമാറയാണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇതെന്താ അലമാറ പൂട്ടി വെച്ചിരിക്കുന്നേ? അതില് പൈസയോ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പൂട്ടി വെച്ചിരിക്കുക. അപ്പോ നമ്മുടെ ഡ്രസ്സൊക്കെ എവിടെ വെക്കാനാ? ഇവിടെ ഈ ബാഗിൽ തന്നെ വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നേ? അത് നാളെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. അലമാറ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഈ വീട്ടില് ഒരു റൂം പോലും ഉണ്ടായിരുന്നില്ലേ? ഷോ, എനിക്ക് എങ്ങനെയാ ഈ റൂമിൽ കിടക്കാന്ന് പോലും ആലോചിക്കാൻ വയ്യ. കട്ടിലും ബെഡും ആകെ കൂടെ എന്തൊക്കെയോ പോലെ. ശ്വാസം മുട്ടുന്നു. ഒന്ന് ഉറക്ക തുമ്മിയാല് അപ്പുറത്തേക്ക് കേൾക്കും. ഫാനാണെങ്കിൽ കറങ്ങുന്നില്ല. ചൂടെടുത്തിട്ട് വയ്യ. അവിടെയാണെങ്കിൽ AC ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഒന്നും നിൽക്കാൻ വയ്യ. ഇവിടെ ഈ ബെഡ്ഷീറ്റെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കോ? ബെഡ്ഷീറ്റൊക്കെ ചേച്ചി മാറ്റിയിട്ടുണ്ടാവും. ഈ കട്ടിലില് ആരാ കിടന്നിരുന്നേ? ഇവിടെ ചേച്ചിയും അനുവാ കിടക്കുക. താഴെ അളിയനും. ഓ, ഒരാൾക്ക് പോലും കഷ്ടി കിടക്കാൻ പറ്റാത്ത കട്ടില അവിടെയാ രണ്ടുപേരും കിടക്കുന്നേ. നീയൊന്ന് പതുക്കെ പറ. നീ മറ്റുള്ളവരെയൊക്കെ കേൾപ്പിക്കാനാണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കൊതുക് കടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പോലും വയ്യ. നീയൊന്ന് ക്ഷമിക്ക്. നമുക്ക് വേണ്ടി അവരെ റൂം വരെ തന്നു. നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നേ? നിങ്ങളുടെ ഏട്ടന്മാരെടുത്തോട്ട് പൊക്കൂടെ? അവിടെ നിന്നാലേ നീ പറയുന്ന പോലെയൊന്നുമല്ല. സഹിക്കാൻ പറ്റില്ല. ഏട്ടന്മാരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവിടെ എനിക്ക് നിൽക്കാൻ പോലും തോന്നില്ല. അതുകൊണ്ടാ എന്റെ ചേച്ചിയുടെ അടുത്തോട്ട് വന്നത്. എന്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാനാ? നിങ്ങളുടെ ഏട്ടന്മാര് വന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് പറയുന്ന പോലെയാ പറഞ്ഞത്. നിങ്ങൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന്. അങ്ങനെയാ ഞാൻ അതിനൊക്കെ സമ്മതിച്ചത്. നിങ്ങള് എന്റെ കഴുത്തിലെ താലി കെട്ടാൻ ഞാൻ സമ്മതിച്ചത്. അതിപ്പോ വേണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നേ. ദേ സുകന്യെ, നീ മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട് സംസാരിക്കല്ലേ.
നീ ഒന്ന് കിടന്നുറങ്ങ്. അങ്ങനെ സുകന്യ പോയി കിടക്കുന്നുണ്ട്. ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തില് സുകന്യ കിടക്കുന്നു. ധർമ്മനാണെങ്കിൽ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. മനസമാധാനം മൊത്തം പോയി എന്നാ കരുതുന്നേ. പിറ്റേ ദിവസം കാണിക്കുന്നത് ഇതൊന്നുമല്ല സുകന്യ മറ്റുള്ളവരെ മുൻപില് നല്ല രീതിക്ക് സന്തോഷത്തില് സംസാരിക്കുന്നു. റൂമൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ബാലൻ ചോദിക്കുമ്പോ റൂമിലൊക്കെ എന്തായിരിക്കുന്നേ ഏട്ടാ എന്നൊക്കെ ബാലനോട് മറുപടി കൊടുക്കുന്നു. എന്നാ ധർമ്മൻ അതൊക്കെ ഒരു ഷോക്കായിരിക്കും. ഇന്നലെ രാത്രി പെരുമാറിയ പോലെയേ ആയിരിക്കില്ല സുകന്യ പകൽ എല്ലാവരുടെ മുൻപിലും പെരുമാറുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേവിയെ ആയിരിക്കും. ദേവി അങ്ങനെ ഹോട്ടലിൽ ജോലിക്കായിട്ട് പോകുന്നു. അവിടെ എത്തിക്കഴിയുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫുകള് ദേവിയോട് പറയുന്നുണ്ട്, ഇതാ ആ കസ്റ്റമർ അവിടെ നിന്ന് എഴുന്നേറ്റാലേ ആ ടാബിളൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കണം. ദേവി ക്ലീൻ ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. ഓരോന്ന് എടുക്കുമ്പോഴും അറപ്പോടു കൂടിയാണ് ദേവി ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് എന്തോ കമ്പനി ജോലിക്കാണെന്നും പറഞ്ഞിട്ടാ ദേവി ഇറങ്ങുന്നത്. എന്നാ ഹോട്ടലിൽ എച്ചിലെടുക്കാനാണ് ദേവി പോകുന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാല് പിന്നെ അതും മതി. എന്നാലും കഷ്ടപ്പെട്ടുകൊണ്ട് ദേവി ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വെറുതെ കറങ്ങി തിരിയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ജോലിക്ക് കയറിയത്. കിട്ടുന്നതാവട്ടെ എന്ന് കരുതി. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ദേവിക്ക് അമ്മ വിളിക്കുന്നുണ്ട്. അമ്മയുടെ കോള് കാണുമ്പോ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം വീണ്ടും വിളിക്കുന്നു ശ്രീകല. അപ്പൊ ദേവി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം? നിനക്ക് എന്താ ഫോൺ എടുക്കാൻ പോലും സമയമില്ലേ? അമ്മേ, ഞാൻ ആ ജോലിക്ക് കയറി. ജോലിയില്ല, അതുകൊണ്ടാ ഞാൻ ഫോൺ എടുക്കാത്തെ. എന്റെ ദേവി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോലിക്ക് പോവണ്ടായെന്ന്. എന്നിട്ട് നീ എന്തിനാ ആ ജോലിക്ക് പോണെന്നിങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? ആരെങ്കിലും അറിഞ്ഞാല് അത് മോശം മോളെ. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ നിലനിൽപ്പിന് ഇപ്പൊ ഒരു ജോലി അത്യാവശ്യ. എന്നാ നീ ജോലിക്കാണെന്നും പറഞ്ഞ് പകല് മൊത്തം വീട്ടിൽ വന്ന് നിൽക്ക്. എന്നാലും മോൾ ഇങ്ങനെ കഷ്ടപ്പെടല്ലേ. അമ്മയ്ക്കത് കാണാൻ വയ്യ, അതുകൊണ്ടാ. അപ്പോഴേക്കും അവിടുത്തെ ഓണർ വരുന്നുണ്ട്. ഫോണ് പെട്ടെന്ന് താഴ്ത്തി പിടിക്കുന്നുണ്ട് നമ്മുടെ ദേവി. വന്ന് കയറിയില്ല, അതിനു മുൻപ് തന്നെ ഫോണിലാണോ? എപ്പോ നോക്കിയാലും ചെവിയില് ഫോണാണല്ലോ. ചെയ്യേണ്ട പണി കറക്റ്റായിട്ട് ചെയ്യ്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്ക്. കസ്റ്റമർ ഇപ്പൊ വരും. ടാബിൾ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോ അത് കസ്റ്റമേഴ്സിന് അത്ര ഇഷ്ടപ്പെടില്ല. ആ സാർ, ഞാൻ ചെയ്തോളാം. ഇതെല്ലാം ശ്രീകല കേൾക്കുന്നുണ്ടായിരിക്കും. മോളുടെ അവസ്ഥ കണ്ട് ആകെ വിഷമത്തിലാണ് ശ്രീകല. അമ്മേ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാ. ഉദയഭാനുവിനെ വിളിക്കുന്നുണ്ട് ശ്രീകല. നിങ്ങൾ എവിടെയാ? വേഗം ഇങ്ങോട്ട് വാ. നമുക്കേ ബാലന്റെ വീട്ടിലോട്ടൊന്ന് പോണം. നമ്മുടെ മോളുടെ വീട്ടിലോട്ട്. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വാ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും ബാലന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ബാലനാണെങ്കില് അവരെ കാണുമ്പോഴേ സ്വീകരിച്ചിരുത്തുന്നു. ആ ബാല, ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു കുടുംബക്കാരുടെ വീട്ടിലോട്ട് വന്നതാ. അപ്പൊ പിന്നെ ഇവിടെയും കയറിയെന്ന് കരുതി. അതിനെന്താ ഉദയഭാനു, നിങ്ങൾക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാലോ. അല്ല, മോള് ജോലിക്കാരും വല്ലതും പറഞ്ഞോ? ആ, മോള് പറഞ്ഞു. അല്ല, ഇവിടെ ആരും ഇല്ലയല്ലേ ഇപ്പോ? വീട്ടുജോലിക്കൊക്കെ ഗോമതി മാത്രമേ ഉള്ളൂ. അതിനെന്താ, എനിക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. ഇപ്പോഴാണെങ്കില് സുകന്യ എവിടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊരു സഹായ. ദേവിമോൾക്കാണെങ്കില് വലിയ സങ്കടാ. അമ്മയെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ജോലിക്ക് പോവാന്നൊക്കെ ഓർത്ത്. അതൊന്നും പ്രശ്നമല്ല. ഈ വീട്ടിലെ ജോലി ചെയ്യാനേ ഞാൻ തന്നെ ധാരാളാ. അവരെ കൊണ്ടൊന്നും ഞാനിപ്പോ ഒരു ജോലിയും ചെയ്യിക്കാറില്ല. ജോലിക്കും പോകണം, ഇവിടുത്തെ ജോലിയും ചെയ്യണമെന്ന് പറഞ്ഞാല് അതിത്തിരി കഷ്ടമല്ലേ. അതുകൊണ്ട് മക്കളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കില്ല. അതെന്തായാലും നല്ലതാ. എന്നാലും ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കുടുംബക്കാരെ വീട്ടിൽ പോയപ്പോ ദേവി ഇപ്പൊ ജോലിക്ക് പോവാന്ന് പറഞ്ഞപ്പോഴേ അവർക്കങ്ങ് വിശ്വാസം വരുന്നില്ല. അവരെന്തോ അത്ഭുതത്തോടു കൂടിയാ ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും ജോലിക്ക് പോവുമല്ലോ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് ബാലൻ പറയുന്നു. അതല്ല, ഞങ്ങളുടെ കുടുംബത്തില് ഇന്നേ വരെ ആരും ജോലിക്കൊന്നും പോയിട്ടില്ല. അത്യാവശ്യം പൈസയുണ്ട്, പിന്നെന്തിനാ അധ്വാനിക്കാനായിട്ട് പെണ്ണുങ്ങൾ പുറത്തോട്ട് പോകുന്നതെന്നാ എല്ലാവരും ചോദിക്കുക. അതുകൊണ്ടാ പറയുന്നേ, ദേവിയെ ജോലിക്ക് വിടുന്നതില് അവർക്കൊക്കെ എന്തൊക്കെയോ പോലെയാ. അത് പറയാ. അതൊക്കെ അന്നത്തെ കാലം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോള് ജോലിക്ക് പോകുന്നതില്? എന്ത് പ്രശ്നം? ഇന്നത്തെ കാലത്ത് കുട്ടികളെ ജോലിക്ക് പോയി കഴിഞ്ഞ് 10 രൂപ സമ്പാദിക്കുമ്പോൾ അവർക്കുള്ളിലൊരു കോൺഫിഡൻസാ. അതിന് വേണ്ടിയിട്ടാ ഞാൻ മക്കളോടൊക്കെ ജോലിക്ക് പൊക്കോളാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ അവരുടെ പൈസ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ജീവിക്കണ്ട. നാട്ടുകാരങ്ങനെയാ പറയാ. ബാലന് മരുമക്കളെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതിയാണെന്ന് എല്ലാവരും പറയില്ലേ? ആരും പറയില്ല. ഇനി പറഞ്ഞാലും അതെനിക്ക് ഒരു വിഷയമല്ല. ഇപ്പോ മീനു തന്നെ കണ്ടില്ലേ,
അവള് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. ഗവൺമെന്റ് ജോലിയാ. ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയത്. ഞങ്ങൾ ഇന്നേ വരെ ആ കുട്ടിയോട് നിനക്ക് എത്രയാ ശമ്പളം കിട്ടുന്നേ, നിന്റെ പൈസയൊക്കെ നീ എന്താ ചെയ്യുന്നേ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ചോദിക്കാനും പോകുന്നില്ല. അവര് സമ്പാദിക്കുന്ന പൈസ അവരുടെ കയ്യില്, അത്രേ ഞങ്ങൾ കരുതുന്നുള്ളൂ എന്ന് ഗോമതി പറയുന്നു. അങ്ങനെയല്ല ബാല, ഞങ്ങൾക്കത് വലിയ മോശ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, എൻ്റെ മോളെ ജോലിക്ക് വിടാനൊന്നും ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അവൾ ഇങ്ങനെ പുറത്തു പോയി കഷ്ടപ്പെടുന്നത് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് മാസം പൈസയാണ് വേണ്ടതെങ്കിൽ അവളുടെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തോളാം. എന്നാലും എൻ്റെ മോളെ ജോലിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. ദേ ഉദയഭാനു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ കരുതിയത് നിങ്ങൾക്ക് വിവരം ഉണ്ടായിരിക്കുമെന്നാ. ഇതിപ്പോ ഒരു തരത്തിലും വിവരമില്ലല്ലോ. ദേ ബാല, താൻ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ ഞങ്ങളുടെ മോളെ ഒരു കുറവ് അറിയിക്കാതെ വളർത്തിയതാ, രാജകുമാരിയെ പോലെ. അവൾ ഇങ്ങനെ പോയി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. ഞങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ കൈ തന്നപ്പോ പിന്നെ നിങ്ങൾക്കാണല്ലോ അവളുടെ മേല് കൂടുതൽ അവകാശം. അത് ഞങ്ങൾ വിട്ടു. ദേ അങ്ങനെയൊന്നും പറയില്ലേ ശ്രീകലെ, നിങ്ങളുടെ മോളാ. അതുകൊണ്ട് നിങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവളുടെ ഇഷ്ടം കൊണ്ടാ അവൾ ഈ ജോലിക്ക് പോകുന്നത്. അവൾ ആദ്യം ടീച്ചർ ജോലിക്ക് പോയി. അത് അവൾക്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് അവളൊരു കൂട്ടുകാരി ഒരു കമ്പനിയിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ പോകുന്നത്. എത്ര ദൂരത്തോട്ട് പോണെന്നറിയോ എൻ്റെ മോൾക്ക്? അതൊക്കെ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദേവിയോട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. സംസാരിച്ചിട്ട് അവൾക്ക് ജോലിക്ക് പോവാൻ താല്പര്യമില്ലെങ്കിൽ അവള് പോണ്ട, അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവള് പോട്ടെ എന്ന് ബാലൻ പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഉദയഭാനുവും ശ്രീകലയും. ആകെ കൂടി സങ്കടത്തിലായിരിക്കും. നടന്നു പോകുന്ന വഴിക്ക് ഉദയഭാനുവിനോട് ശ്രീകല പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ എൻ്റെ മോളെ വളർത്തിയത്? രാജകുമാരിയെ പോലെ തന്നെയാ വീട്ടിൽ വളർന്നത്. നമുക്കിനി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്കൊരു കുറവ് നമ്മൾ വരുത്തിയിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ എൻ്റെ മോള് ജോലിക്ക് പോകുന്നത് എച്ചില് വരാൻ വേണ്ടിയിട്ടാ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ സങ്കടപ്പെടാതിരിക്കുക, എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് ഉദയഭാനു പറയുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.